എന്താണെന്നറിയോ? ഇപ്പോ d/dx ഓഫ് ബോർഡ് കാണാമോ? കാണാം സാർ, കാണാം. d/dx ഓഫ് sin x എന്ന് പറഞ്ഞാൽ എന്താ? cos x. cos x. Then integral of cos x എന്താണ്? minus sin x. അല്ല, sin x. sin x plus c. After the integration we will put a constant. അപ്പോ d/dx of sin x എന്ന് പറഞ്ഞാൽ cos x ആണ്. Then cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sin x കിട്ടും. അപ്പൊ നമുക്ക് ഡിഫറൻസിയേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ another formula d/dx of cos x എന്താണ്? minus sin x. minus sin x. ഇന്റഗ്രൽ ഓഫ് sin x dx എന്താണ്? അപ്പോ minus cos x plus c. മൈനസ് കോസ് എക്സ് പ്ലസ്. ഇങ്ങനെ വേണം നമ്മൾ ഇന്റഗ്രേഷന്റെ ഫോർമുല പഠിക്കാനായിട്ട്. ഡിഫറൻസിയേഷനിൽ നിന്ന് വേണം ഇന്റഗ്രേഷന്റെ ഫോർമുല പഠിച്ചെടുക്കാനായിട്ട്. അതുപോലെ d/dx ഓഫ് tan x എന്താണ്? sec square x. sec square x. Therefore integral of sec square x എന്താണ്? tan x plus c. അപ്പോൾ എപ്പോഴും നമുക്ക് ഡിഫറൻസിയേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ we can easily find out the integral result. ഓക്കെ, അപ്പൊ ഇന്റഗ്രലിന്റെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ ഫോമിൽ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റണം. നമ്മളിപ്പോ ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, നമ്മുടെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് എക്സാം ആണ്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ ഇന്റഗ്രേഷൻ ധാരാളം ഫോർമുലാസ് ഉണ്ട്. എല്ലാ ഫോർമുലാസും ഞാൻ പറയുന്നില്ല, നമുക്ക് പ്രോബ്ലം പറയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം. ഇപ്പോ ഞാൻ നിങ്ങൾക്കൊരു പ്രോബ്ലം തരികയാണ്. പ്രോബ്ലം ഇതാണ്: ഇന്റഗ്രൽ ഓഫ് -2 to 2 dx by 4 plus x square. ഇന്റഗ്രൽ ഓഫ് -2 to 2 dx by 4 plus x square. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ഇന്റഗ്രൽ ഓഫ് -2 to 2 dx by 4 plus x square, അതായത് 1/4 plus x square എന്ന ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദെൻ ലിമിറ്റ് ലോവർ ലിമിറ്റ് -2 അപ്പർ ലിമിറ്റ് 2 കൊടുത്ത് അതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കണം വിത്തിൻ സെക്കൻഡ്സ്. എൻട്രൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ ഓഫ് -2 to 2 dx by 4 plus x square. ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ ചെയ്യാനായിട്ട്? So 1/2 tan inverse x by 2. 1/2 tan inverse x by 2. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എന്താ അപ്ലൈ ചെയ്യണ്ടേ? -2 to 2. അതിനും ഒരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി പറയാമാണെങ്കിലും ആ -2 ലോവർ ലിമിറ്റിലെ -2 നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അതിനൊരു എളുപ്പവഴിയുണ്ട്. 2 into 0 to 2. 2 into 0 to. കാരണം നമ്മൾ എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ എക്സാം എഴുതുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാവുന്ന എല്ലാ ടെക്നിക്കുകളും അവിടെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1/4 plus x square ആണ് ഫംഗ്ഷൻ. 1/4 plus x square. ഈ 1 plus 4 x square എന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? നമ്മൾ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ കേട്ടിട്ടുണ്ടോ? ഈവൻ ഓഡ് ഫംഗ്ഷൻ. ഇത് ഈ 1/4 plus x square എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് -x is equal to എഫ് ഓഫ് എക്സ്. നമ്മൾ ഈ എക്സിന് പകരം -x കൊടുക്കുമ്പോൾ ഒരു ചേഞ്ചും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫംഗ്ഷൻ പറയുന്നവരാണ് ഈവൻ ഫംഗ്ഷൻ. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 2 times 0 to 2 dx by 4 plus x square എന്ന് എഴുതാം. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ ലോവർ ലിമിറ്റ് -2 അവിടെ നിന്ന് പോയി കിട്ടി. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്റഗ്രൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1/4 plus x square അതിന്റെ ഫോർമുല ഉപയോഗിക്കണം. അപ്പൊ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1/a² plus x square dx. അതിന്റെ ഫോർമുല എന്താണെന്ന് അറിയാമോ? 1/a² plus x square ന്റെ ഫോർമുല 1/a tan inverse x by a. 1/a tan inverse x by a എന്നുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്യണം.
അപ്പൊ 1/a tan inverse x by എന്നുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ 2 into ഇവിടെ എന്താണ് ഇന്റഗ്രേഷൻ കിട്ടുന്നത് 1/2 tan inverse x by 2 1/2 tan inverse x by 2 ഇതിന്റെ ലോവർ ലിമിറ്റ് എന്താണ് 0 അപ്പർ ലിമിറ്റ് എന്താണ് 2 ഈ 2 ഉം 2 നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടും അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ tan inverse 1 എത്രയാണ് tan inverse 1 pi by 4 tan inverse 0 എന്താണ് 0 അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് pi by 4 നമുക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിന്റെ ആൻസർ pi by 4 pi by 2 pi by 3 ഇങ്ങനെ 3-4 ആൻസറുകൾ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അതിൽ ഏത് ആൻസർ ആണ് എഴുതേണ്ടത് pi by 4 അപ്പൊ ഇതൊക്കെ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ചെയ്യാൻ പറ്റണം തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1/4 plus x square എന്നുള്ള ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് therefore we can change the limit 2 times 0 to 2 and we can apply the formula 1/a square plus x square dx equal to 1/a tan inverse x by a ഇത് രണ്ടും ഉണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടും the answer will be pi by 4 ഇന്ന് എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേതൊന്ന് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കട്ടോ വീനസ് മനസ്സിലായോ വീനസിന് Yes, sir. മനസ്സിലായി ഒന്ന് എഴുതിയെടുക്കും അതിന്റെ ടെക്നിക്ക് അപ്ലൈ ചെയ്തൊക്കെയാ ഒന്ന് ഈവൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി രണ്ട് ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് 1/a square plus x square dx ഈ രണ്ട് റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇപ്പൊ മാക്സിമം എവിടെയൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ആൻസർ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ pi by 4 എല്ലാവരും എഴുതിയെടുത്താ ആദ്യത്തെ എഴുതിയെടുത്താ എഴുതി സാർ എഴുതി ആർക്കെങ്കിലും ഇത് ഈ പറഞ്ഞ സ്റ്റെപ്പിൽ ഏതെങ്കിലും മനസ്സിലാകാത്തണ്ടി ചോദിക്കാം ഞാൻ പറഞ്ഞ സ്റ്റെപ്പില് മനസ്സിലാകാത്തണ്ടി ചോദിക്കാം നമ്മൾ എൻട്രൻസ് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് വേണ്ടിയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ early as possible we have to work out അതാണ് നമ്മുടെ എയിം കേട്ടോ ഓക്കെ അപ്പൊ ആ പ്രോബ്ലം കഴിഞ്ഞു നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാണ് നെക്സ്റ്റ് പ്രോബ്ലം integral 1 to e x ln x dx നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ പെട്ടെന്ന് ചെയ്തേ integral of 1 to u 1 to e lower limit 1 upper limit e x into ln x dx x into ln x dx ട്രൈ ചെയ്ത് എല്ലാവരും എന്റെ ആൻസർ പെട്ടെന്ന് പറഞ്ഞേ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത് ഇൻ ആഫ്റ്റർ ദ ഇന്റഗ്രേഷൻ വി അപ്ലൈ ദ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു e ലോവർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1 ഡാനിയൽ ബിനു ചെയ്യുന്നുണ്ടോ ചെയ്യാൻ നോക്കുന്നുണ്ട് ആ സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ മാക്സിമം സ്പീഡപ്പിൽ ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ എൻട്രൻസ് കോച്ചിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് വിത്തിൻ സെക്കൻഡ്സിന്റെ സമയം ഉണ്ടാവുള്ളൂ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഇന്റഗ്രൽ 1 to x ln x ln x എന്ന് പറഞ്ഞാൽ എന്താണ് log x x into log x dx എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ x into log x എന്ന ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം അപ്പർ ലിമിറ്റ് e ആണ് ലോവർ ലിമിറ്റ് 1 ആണ് സനിക രമേശ് sir. ആൻസർ കിട്ടുന്നുണ്ടോ Sir, ചെയ്യുന്ന ആൻസർ കിട്ടുന്നവർ പറയണം കേട്ടോ ആൻസർ കിട്ടുന്നവർ പറയണം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇന്റഗ്രൽ 1 to e അരുൺ ചെയ്യുന്നുണ്ടോ അരുൺ
ഇതൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ ചോദിച്ച പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ട്രെയിൻ ചെയ്യുന്നത് കേട്ടോ. പ്രീവിയസ് ഇയേഴ്സിൽ എൻട്രൻസ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് ഇ എക്സ് ഇൻറ്റു എൽ എൻ എക്സ് ഡി എക്സ്. അലന് കിട്ടിയോ? അലൻ അലൻ കുര്യാക്കോസ്. ഞാൻ ചെയ്യണോ ബോർഡില്? റോഷൻ എത്രയാണ് ആൻസർ? ആൻസർ പറയാമോ? കിട്ടിയ ഒരു ആൻസർ പറയാമോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? നമ്മുടെ സമയം തീർന്നു. സർ ഈ സ്ക്വയർ ബൈ 4 പ്ലസ് 1/4 ആണോ? കറക്റ്റ് ആൻസർ ആണ്. ഇ സ്ക്വയർ ബൈ 4 പ്ലസ് 1/4 ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇ സ്ക്വയർ ബൈ 4 പ്ലസ് 1/4 ഇത് ആൻസർ ആണ് കേട്ടോ. അതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. നമ്മളിവിടെ എക്സ് ഇൻറ്റു എൽ എൻ എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എൽ എൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എഴുതാം. എൽ എൻ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഏതെടുക്കണം? ലോഗ് എക്സ് എടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൽ എൻ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല അറിയാം ആർക്കെങ്കിലും? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോർമുല എന്താണ്? ഷിഹാൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോർമുല. ഡാനിയൽ ബിനു എന്ന് പറഞ്ഞ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോർമുല എന്താണ്? വി ഇന്റഗ്രൽ യു പ്ലസ് ഇന്റഗ്രൽ ഓഫ് വി ഡാഷ് യു ഇന്റഗ്രൽ യു. അത് യു ഫസ്റ്റും വി സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അങ്ങനെയല്ലേ ആൻസർ? അതെ. അപ്പൊ ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എൽ എൻ എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? എൽ എൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 dx. Then ln x into x square by 2 1 to e minus x cancel ചെയ്യുന്നു. That is 1/2 integral 1 to e x dx. Then ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ log യുടെ വാല്യൂ എത്രയാണ്? log e 1 into x square by 2 എന്ന് പറഞ്ഞാൽ എത്രയാ? e square by 2. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? log 1 ന്റെ ആൻസർ എത്രയാണ്? 0. അപ്പൊ ഇവിടുത്തെ ആൻസറിൽ e സ്ക്വയർ ബൈ 2 എന്ന് മാത്രമേ കിട്ടിയുള്ളൂ. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് കിടക്കുമ്പോ ഇനി ഇതിന്റെ ലോവർ ലിമിറ്റ് കൊടുക്കണ്ടേ? അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോ 1 log e is equal to 1 e സ്ക്വയർ ബൈ 2 മൈനസ് 1 കൊടുക്കുമ്പോൾ 0 ആയി പോകും. ഇനി മൈനസ് 1/2 ഇൻറ്റു ഇവിടെ എന്ത് വരും? എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 ലോവർ ലിമിറ്റ് 1 അപ്പർ ലിമിറ്റ് e. ദാറ്റ് ഈസ് e സ്ക്വയർ ബൈ 2 മൈനസ് 1/4 ഇൻറ്റു e സ്ക്വയർ മൈനസ് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2. ദെൻ നമുക്ക് എന്താ കിട്ടുന്നത്? e സ്ക്വയർ ബൈ 2 മൈനസ് e സ്ക്വയർ ബൈ 4. ദെൻ ഇവിടെ 1/2 1/4 plus 1/4. Therefore ഇവിടെ e square by 2 ഒരു e square by 4 അല്ലേ? ഇവിടെ e square by 4 1/2 e square by 2 e square by 4 വരും. ഇവിടെ
അപ്പൊ ഇ സ്ക്വയർ ബൈ 2 മൈനസ് ഇ സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇ സ്ക്വയർ ബൈ 4 പ്ലസ് 1/4. Therefore our answer will be ഇ സ്ക്വയർ ബൈ 4 പ്ലസ് 1/4. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്, പല കുട്ടികളും എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇതിന്റെ ആൻസറിലേക്ക് എത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി സ്റ്റാർട്ട് ഫ്രം ln x. log x നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വി ടേക്ക് log x as the first function. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. log x ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുകയും എക്സിനെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയി ട്രീറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഇ സ്ക്വയർ ബൈ 4 പ്ലസ് 1/4. ആർക്കാണ് ആൻസർ കിട്ടിയത്? ഇ സ്ക്വയർ ബൈ 4 ബൈ എത്ര പേർക്ക് കിട്ടിയ ആൻസർ? എത്ര പേർക്ക് അതിന്റെ ആൻസർ കിട്ടി? ഇപ്പൊ കിട്ടില്ല, നേരത്തെ കിട്ടിയില്ല. ഒരാൾ ആൻസർ പറഞ്ഞല്ലോ, ഇ സ്ക്വയർ ബൈ 4 പ്ലസ് 1/4 എന്ന ആൻസർ ഒരാൾ പറഞ്ഞല്ലോ. ഒരാൾ ആൻസർ പറഞ്ഞല്ലോ. ഞാൻ ആൻസർ ബോർഡിൽ എഴുതിയില്ല. അതിനുശേഷം അവർക്ക് എങ്ങനെയാ ആൻസർ കിട്ടിയത്? സർ ഞാനിങ്ങനെ തന്നെ ചെയ്തേ. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അപ്പൊ കുറച്ചും കൂടി സ്പീഡപ്പിൽ ചെയ്ത് ഇതിലേക്ക് എത്തിച്ചേരണം. അപ്പൊ പെട്ടെന്ന് ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ log x ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കണം, രണ്ടാമത്തെ ഫംഗ്ഷൻ x എടുക്കണം, ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട 4 ടൈപ്പ് ആൻസർ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണുന്നത്. അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഇ സ്ക്വയർ ബൈ 4 പ്ലസ് 1/4. അത് പെട്ടെന്ന് ചൂസ് ചെയ്യണം. അപ്പൊ സമയം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ടൈമിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇത് എഴുതിയെടുത്ത എല്ലാവരും, പ്രോബ്ലം ഒന്ന് എഴുതിയെടുത്ത എല്ലാവരും. ഇത് ചെയ്ത മെത്തേഡുകളൊക്കെ ഇന്റഗ്രൽ 1 to e x ln x dx എല്ലാവരും എഴുതിയെടുക്കും കേട്ടോ. x into ln x dx. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് എടുക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഇന്റഗ്രൽ -1 to 0 dx divided by x square plus 2x plus 2. പെട്ടെന്ന് ചെയ്തേ. അടുത്ത പ്രോബ്ലം ലോവർ ലിമിറ്റ് -1, അപ്പർ ലിമിറ്റ് 0, dx divided by x square plus 2x plus 2. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും. സാറ് ലിമിറ്റ് എന്താ? -1 to ലോവർ ലിമിറ്റ് -1 ഉം അപ്പർ ലിമിറ്റ് 0 ആയി. ഓക്കെ, ലോവർ ലിമിറ്റ് -1 ഉം അപ്പർ ലിമിറ്റ് 0 ആയി. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഇത് എങ്ങനെ ചെയ്യണമെന്ന് പെട്ടെന്ന് ഒരു ഐഡിയ പറയാം ആരെങ്കിലും? Anybody can say any trick for doing this problem? സനിക പറയാമോ എന്തെങ്കിലും ഒരു ഇതിന് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യും പ്രോബ്ലത്തെ? സനിക, രമേശ് പറയാമോ? ഡിനോമിനേറ്റർ കറക്റ്റ് ആണ്. ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം? സാർ അന്ന് സ്പ്ലിറ്റ് ചെയ്യണോ? അല്ല, ഇവിടെ കിടക്കുന്നത് സ്പ്ലിറ്റ് ആയിട്ടില്ല കിടക്കണേ. x square plus 2x plus 2 എന്നാണല്ലോ കിടക്കണേ. അതെ. അപ്പൊ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ചെറിയൊരു ടെക്നിക്ക് അപ്ലൈ ചെയ്യണം. ആ ടെക്നിക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. സനിക പറഞ്ഞു വരുന്ന ഉത്തരം ശരിയാണ്. അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം എന്നുള്ള പറഞ്ഞാൽ മതി. പറഞ്ഞോ. ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം? x square plus 2x plus 2. സാറേ 2-ന് പകരം 2 1 ഇട്ട് കൊടുത്താ പോരെ? 2-ന് പകരം 2 1 ഇട്ടാ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇന്റഗ്രൽ -1 to 0 dx by x square plus 2x plus 1 plus 1. അതാണ് അതിന്റെ ടെക്നിക്ക്. ആ 2 എന്നുള്ള പോയിന്റ് നമ്മൾ മാറ്റിയിട്ട് അതിന് 1 plus 1 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ x square plus 2x plus 1 എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ -1 to 0 dx by x plus 1 the whole square plus 1. കണ്ടോ? x plus 1 whole square plus 1. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഏത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്?
ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നുള്ള എന്തിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതിന്റെ ഫോർമുല എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഫോർമുല ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 1. അർജുന് ആൻസർ കിട്ടിയിട്ടുണ്ട്. 5/4 ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അർജുൻ 5/4 കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേജില് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 ഉണ്ടോ? നമ്മുടെ ആ ഫോർമുലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 മൈനസ് 1 to 0. 0 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1ന്റെ ആൻസർ എത്രയാണ്? 5/4. മൈനസ് 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 0. ദാറ്റ് ഈസ് 0. Therefore the final answer will be 5/4. ഈ ഒരു പ്രോബ്ലത്തില് നമ്മൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ള 2 എന്നുള്ള പോയിന്റിനെ നമ്മൾ 1+1 എന്നാക്കാം. 2നെ നമ്മൾ 1+1 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ളത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയി പ്ലസ് 1 ആയി നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയി. നമ്മൾ ഇന്റഗ്രേഷനിൽ ധാരാളം സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്ത ക്വസ്റ്റൻ ആയിരിക്കില്ല എൻട്രൻസ് കടന്നു വരുന്നത്. അതിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. We have to convert our problem into our standard result. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. Therefore, here answer is 5/4. സനിക ക്ലിയർ ആയോ? സനിക ക്ലിയർ ആയി. അപ്പൊ ഇങ്ങനെ നമ്മൾ വേണം ചിന്തിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ ആൻസർ കണ്ടെത്തുകയും ചെയ്യുന്നതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടായിരിക്കണം. കാരണം നമുക്ക് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ വേണം നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് കുറെ ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ സ്പീഡ് കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 5/4 ആണ്. ആൻസർ എഴുതിയിരിക്കുക കേട്ടോ. ആൻസർ 5/4 ആണ്. എല്ലാവരും എഴുതിയെടുത്തോളൂ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. സ്പീഡ് കൂടുന്നുണ്ടോ ഞാൻ പറയുന്നതില്? ഇല്ല സർ, കുഴപ്പമില്ല. കുഴപ്പമില്ല. കാരണം നമ്മൾ എൻട്രൻസിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയാൽ മാത്രമേ നിങ്ങൾ അതിന്റെ ഇതിലേക്ക് എത്തിച്ചേരുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to π/2 2 raised to sin x divided by 2 raised to sin x plus 2 raised to cos x. കണ്ടോ? ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ എൻട്രൻസിന് പല പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വളരെ സിമ്പിൾ ആൻസർ ആണ്. പെട്ടെന്ന് ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ കാണുമ്പോൾ നമുക്ക് ആ ഒരു കോംപ്ലിക്കേഷൻ തോന്നും. ഫംഗ്ഷൻ എന്താണ്? 2 raised to sin x divided by 2 raised to sin x plus 2 raised to cos x. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. പക്ഷെ when we apply the property of definite integral we can easily work out this problem. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ എല്ലാവരും. ഇതിന്റെ ആൻസർ സാറേ 5/4 ആണോ ആൻസർ? വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ആൻസർ 5/4 ആണ്. ആൻസർ 5/4 ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ ആൻസറിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് we should apply the property of definite integral. We can easily get the answer. 5/4 കിട്ടിയ വേറെ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് നിനക്ക് 5/4 കിട്ടിയത്? സാറേ എക്സിന് ഞാൻ 5/2 മൈനസ് എക്സ് എന്ന് കൊടുത്തു. അപ്പോ ന്യൂമറേറ്ററിൽ 2 raised to cos x എന്ന് വന്നു. ഡിനോമിനേറ്റർ സെയിം തന്നെ. അപ്പോ 2i equal to integral of 0 to π/2 1. ഇവിടെ നീ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി എന്ന് പറയാമോ? 0 to a f of x dx ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തതെന്ന് പറയാമോ? x equal to f of x ഇവിടെ നമ്മൾ 0 to a f of a minus x. ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോ ഇതിന്റെ ആൻസർ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഈ ഒരു പ്രോപ്പർട്ടി, അതായത് 0 to a f of x dx equal to integral 0 to a f of a minus x dx. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഈ പ്രോബ്ലത്തെ വളരെ പെട്ടെന്ന് ആൻസറിൽ എത്തിച്ചേരാൻ പറ്റും. 5/4 ആൻസർ കിട്ടും.
എങ്ങനെ ചെയ്തു അത്? എങ്ങനെയാണ് നീ ചെയ്തത്? തന്നിരിക്കുന്ന പ്രോബ്ലത്തെ എന്ത് കൊടുത്തു? ലെറ്റ് ഐ. തന്നിരിക്കുന്ന പ്രോബ്ലം 0 to pi by 2 2 raised to sin x 2 raised to sin x plus 2 raised to cos x. ഇതിന് ഇക്വേഷൻ ആണെന്ന് കൊടുത്തു. അപ്പൊ നമ്മള് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലിട്ട് ചെയ്ത് ആൻസർ 5/4 എന്ന് എഴുതാം. ഇത് എങ്ങനെ വന്നേന്നുള്ളത് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതാണ്. ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതുന്നു. ഇനി ആൾസോ ഐ, വൺ മോർ ഐ വി ക്യാൻ റൈറ്റ്. ഈ തന്നിരിക്കുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതാം. പ്രോപ്പർട്ടി എന്താണ്? ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to a f of a minus x dx ആണ്. a minus x dx ആണ്. അപ്പൊ ആ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to pi by 2 f of a minus x. ഇവിടെ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 2 raised to sin x 2 raised to sin x 2 raised to cos x എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 2 raised to sin ആ എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? pi by 2 minus x. x എവിടെ കാണണോ അവിടെയൊക്കെ നമ്മൾ pi by 2 minus x കൊടുക്കണം. അപ്പൊ 2 raised to sin pi by 2 minus x divided by 2 raised to sin pi by 2 minus x plus 2 raised to cos pi by 2 minus x. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 0 to a f of x dx എന്നുള്ള പ്രോപ്പർട്ടി 0 to a f of a minus x dx. അപ്പൊ രണ്ടാമത്തെ ഐ നമ്മൾ എഴുതുമ്പോൾ x റീപ്ലേസ്ഡ് ബൈ pi by 2 minus x. അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ നോക്കിയേ? 0 to pi by 2 2 raised to sin എന്താണ്? sin pi by 2 minus x എന്താണ്? sin 90 minus theta. Cos theta. Cos theta. അപ്പോൾ 2 raised to cos x എന്ന് എഴുതുന്നു. ഡിനോമിനേറ്ററിലെ 2 raised to sin pi by 2 minus x. ഇവിടെ എന്ത് എഴുതുന്നു? 2 raised to cos x. ഇവിടെ എന്ത് എഴുതുന്നു? 2 raised to sin x. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണ്? ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് വരും? 2i. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2i വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും നോക്കിയേ? 0 to pi by 2 2 raised to sin x. ഇവിടെ 2 raised to cos x. രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. 2 raised to sin x plus 2 raised to cos x dx. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 1 വരും. അപ്പൊ ഇന്റഗ്രൽ 0 to pi by 2 dx that is ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും 0 to pi by 2. therefore ആൻസർ എന്താണ്? pi by 2. അപ്പോ 2i എന്നാണ് pi by 2 കിട്ടുന്നത്. therefore i യുടെ വാല്യൂ എത്രയായിരിക്കും? i യുടെ വാല്യൂ pi by 4. എൻട്രൻസിന് എഴുതും, പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോബ്ലം കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ് റീപ്ലേസ്ഡ് ബൈ pi by 2 minus x വരുമ്പോൾ 2 raised to cos x വരും. അപ്പൊ 2 raised sin x രണ്ടും കൂടി ക്യാൻസൽ ചെയ്യും. ബാക്കി 1 വരും. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? pi by 2 കിട്ടും. 2i ആണ് pi by 2. therefore i is equal to pi by 4. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതിന്റെ ഫസ്റ്റ് ആൻസർ പറഞ്ഞ ആരാ? pi by 4 ആൻസർ പറഞ്ഞ ആരാ? നീ ഇതൊക്കെ മനസ്സിൽ ആലോചിച്ചിട്ടല്ലേ ചെയ്ത്? അല്ലാണ്ട് ചെയ്ത് നോക്കിയില്ലല്ലോ. ഇല്ല. ഇതൊക്കെ മനസ്സിലിട്ട് ആലോചിച്ച് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അല്ലാതെ ഇതെല്ലാം അങ്ങനെ ചെയ്തു നോക്കാനായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് സമയമില്ല. ഈ സ്റ്റെപ്സുകളൊക്കെ പെട്ടെന്ന്, കാരണം ഇത് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആണ്. 2 raised to sin x by 2 raised to sin x plus 2 raised to cos x എന്ന് പറഞ്ഞാൽ ഇസ് എ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്ത് പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോ ആ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം നമുക്ക് നമ്മുടെ മൈൻഡിൽ തന്നെ ഇട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ഇത് എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ pi by 2 ഉണ്ടാവും, pi by 4 ഉണ്ടാവും, pi എന്നൊക്കെ ആൻസർ ഉണ്ടാവും. കറക്റ്റ് pi by 4 നമുക്ക് ചൂസ് ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ. ആ പ്രൊസീജിയർ ഒക്കെ ഒന്ന് എഴുതിയെടുത്തോളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഐ എന്ന് എഴുതുന്നു, ആൾസോ ഐ എഴുതുന്നു, അതിന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു, ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുന്നു, 2i കിട്ടുന്നു. therefore 2i is equal to pi by 2 കിട്ടുന്നു. therefore i is equal to pi by 4. ഇങ്ങനെയാണ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചോളാം, എക്സാമിനേഷൻ പ്രതീക്ഷിച്ചോളാം. ഇന്റഗ്രേഷനിലെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷന് വരുന്നത് കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തു കഴിഞ്ഞാ? അനുഗ്രഹ
യെസ് സർ. എൻട്രൻസിന് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ കോച്ചിങ്ങിന്? അനുഗ്രഹ കോച്ചിങ്ങിന് പോകണ്ടായിരുന്നോ? നോ. ഇല്ല. ആരാണ്ടൊക്കെ കോച്ചിങ്ങിന് പോണ ഈ ടൈപ്പ് പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടാവോ? ദാനിയേല് പോകണ്ടായിരുന്നാണോ? ആ സാറേ. എവിടെ ബ്രില്യന്റിലാണോ? അല്ല, ആസ്ക് IITians എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഇത് ഞാൻ ഒത്തിരി നാളായി പഠിച്ചപ്പോ മറന്നുപോയി. ഇന്റഗ്രേഷൻ ഒക്കെ ടച്ച് ചെയ്തവരെ, ഇന്റഗ്രേഷന് പോർഷൻ ഒക്കെ ടച്ച് ചെയ്തോ? അതെ ചെയ്തായിരുന്നു. ഇപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ. ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ് തന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ചെയ്യും. നമുക്ക് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിനെ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എപ്പോഴും കാണേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും എഴുതിയെടുത്തെന്ന് വിചാരിക്കണം. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. അപ്പൊ കാണുമ്പോൾ തന്നെ എഴുതാൻ ആൻസർ പറയാൻ പറ്റും 5/4 എന്നുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇനി ഇത് എഴുതി കംപ്ലീറ്റ് ആക്കാത്തവരൊക്കെ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതിന്റെ നോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് ഉണ്ട്. ആ നോട്ട് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 0 to π mod cos x dx. നെക്സ്റ്റ് പ്രോബ്ലം. ഇന്റഗ്രൽ 0 to π mod cos x dx. ഒന്ന് വർക്ക്ഔട്ട് ചെയ്തേ. ഇന്റഗ്രൽ 0 to π mod cos x dx. cos x ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. ഇവിടെ cos x എന്നല്ല ചോദിച്ചിരിക്കുന്നത്, mod cos x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. mod cos x. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും പെട്ടെന്ന്. cos x ആണെങ്കിൽ ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ആൻസർ കണ്ടു പറഞ്ഞേനെ. cos x എന്നല്ല, mod cos x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്റെ ആൻസർ? mod cos x. mod cos x ന്റെ ആൻസർ കെവിൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. കെവിന്റെ ആൻസർ കറക്റ്റ് ആണ്. 2 എന്നുള്ള ആൻസർ കെവിൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. കെവിൻ എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? കെവിൻ പറയാമോ ആൻസർ കിട്ടിയത് എങ്ങനെയാന്ന്? കെവിൻ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു. ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 0 to π/2 then π/2 to π അല്ലേ? 0 to π/2 എന്താ എഴുതിയേ? cos x എന്ന് എഴുതി. വെരി ഗുഡ്. π/2 to π എന്താ എഴുതി? മൈനസ് cos x. എന്തുകൊണ്ട് മൈനസ് cos x എന്ന് എഴുതി? സെക്കൻഡ് ക്വാഡ്രന്റിലെ cos x നെഗറ്റീവ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലെ cos x പോസിറ്റീവ് ആണ്. ദാറ്റ് ഇസ് ദ ആൻസർ. അതാണ് അതിന്റെ പോയിന്റ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് mod cos x എന്നുള്ളതിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തത്. എന്തൊക്കെയാണ് ചെയ്തത്? cos x ഉം മൈനസ് cos x ഉം. 0 to π/2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവില്. ASTC റൂൾ ഒക്കെ പഠിച്ചിട്ടില്ലേ? ASTC റൂൾ. ASTC റൂൾ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസും പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ എല്ലാ സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. ആൾ അതർ റേഷ്യോസ് ആർ നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റിലെ ടാനും കോട്ടും പോസിറ്റീവ് ആണ്. ആൾ അതർ റേഷ്യോസ് ആർ നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിലെ കോസും സീക്കും പോസിറ്റീവ് ആണ്, ബാക്കിയൊക്കെ നെഗറ്റീവ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ mod cos x എന്ന് പറയുമ്പോൾ cos x ഉം വരാം, മൈനസ് cos x ഉം വരാം. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 0 to π/2 എന്നുള്ള ഇതിലെ റേഞ്ചില് നമുക്ക് പ്ലസ് cos x എടുക്കണം, π/2 to π മൈനസ് cos x എടുക്കണം. ക്ലിയർ ആയോ? അപ്പൊ ഇനി ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്യൂ. cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin x 0 to π/2 മൈനസ് cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അടുത്ത cos x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? sin x π/2 to π. ഇനി sin x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? sin π/2. sin π/2 ന്റെ വാല്യൂ എത്രയാ? 1.
സൈൻ സീറോന്റെ വാല്യൂ എത്രയാ 0 മൈനസ് സൈൻ പൈ എത്രയാ വാല്യൂ സൈൻ പൈയുടെ വാല്യൂ 0 സൈൻ 180 സൈൻ പൈ ബൈ 2 ന്റെ വാല്യൂ എത്രയാ 1 therefore the answer will be 1 minus plus 1 കണ്ടോ അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് 2 അപ്പൊ കെവിൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കെവിൻ പറഞ്ഞ ആൻസർ 2 എന്നുള്ള ആൻസർ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ വേറെ ആർക്കെങ്കിലും കിട്ടിയോ 2 എന്നുള്ള ആൻസർ യെസ് സർ കിട്ടിയിട്ടുണ്ട് Yes, sir. ഓക്കെ വെരി ഗുഡ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ കോസെക്സ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ആൻസർ എഴുതി വെച്ചേരാം ഇന്റഗ്രൽ കോസെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കോസെക്സിന്റെ ഇന്റഗ്രൽ സൈനക്സ് ആണ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ആൻസർ കിട്ടും പക്ഷെ അവര് കോസെക്സിന് പകരം മോഡ് കോസെക്സ് എന്ന് അപ്ലൈ ചെയ്തു മോഡ് കോസെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എസ്റ്റിസ് റൂളും ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ഇതിന്റെ ട്രിഗണോമെട്രി റേഷ്യോസിന്റെ സ്വഭാവം ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഈ പർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം ഈ സംഭവങ്ങളെല്ലാം നമ്മൾ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ മനസ്സുകൊണ്ട് ആലോചിച്ച് നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരാം കേട്ടോ ഓക്കെ വെരി ഗുഡ് അപ്പൊ കെവിൻ കുറച്ച് പേർക്ക് അതിന്റെ ആൻസർ 2 എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം ഇത് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും അപ്പൊ ഇതിലെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ പറയുന്നുണ്ട് കണ്ടോ എസ്റ്റിസ് റൂൾ അപ്ലൈ ചെയ്തു 0 to π വീട്ടിൽ കോസെക്സ് അപ്ലൈ ചെയ്തു π by 2 to π മൈനസ് കോസെക്സ് അപ്ലൈ ചെയ്തു ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇതിന്റെ ആൻസർ കിട്ടുന്നത് കേട്ടോ പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ സ്പീഡ് ചെയ്ത് കൂട്ടണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാണ് ഇത് മാറ്റാം കേട്ടോ Next problem, minus pi by 2 plus pi by 2 sin square x dx divided by 1 plus 2 raised to x. കണ്ടോ നമ്മുടെ ഫംഗ്ഷൻ നോക്കിയേ ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആണ് പക്ഷെ അതിന്റെ ആൻസർ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ കണ്ടുപിടിക്കാനാണ് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന് പറയുന്നത് കണ്ടോ sin square x by 1 plus 2 raised to x lower limit minus pi by 2 upper limit plus pi by 2 ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കും സിമ്പിൾ ആൻസർ ആണ് നമുക്ക് 4-5 ടൈപ്പ് ആൻസർ ഉണ്ടാവും അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ചൂസ് ചെയ്യണം എങ്ങനെ ചെയ്യാൻ പറ്റുന്നു നോക്കിയേ sin square x by 1 plus 2 raised to x 1 plus 2 raised to x ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ പറയാമോ അതിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഒരു ഐഡിയ പറയാമോ ആരെങ്കിലും അർജുൻ ബിനോ ആദിത്യ ആരെങ്കിലും പറയാമോ ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും നമുക്കൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞോളൂ സർ മറ്റേ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷന്റെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇവിടെ 1 plus 2 raised to x എന്നല്ല എടുക്കണേ അത് പറ്റൂല ന്യൂമറേറ്ററിൽ മാത്രമല്ലേ സൈൻ സ്ക്വയർ എക്സ് ഉള്ളൂ ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നമ്മൾ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതിന് ശേഷമാണ് അതിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതിലൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഏത് പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ നോക്കാം ആ പ്രോപ്പർട്ടി ആദ്യം മനസ്സിലാക്കി എടുക്കാം ഗോപികായം പറയാമോ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മുടെ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഗോപിക ദേവദത്തിന് പറയാമോ ഏത് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാം Joel Anthony. Anybody can say which property we can use in this problem?
ഡെഫിനിറ്റ് ഇന്റഗ്രലില് ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? മറ്റേ എഫ് ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് അത് വെച്ചാണോ? വെരി വെരി ഗുഡ്. നീ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ് ആൻസർ. ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. വെരി ഗുഡ്. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ആ പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഐ എന്ന് കൊടുക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഐ എന്ന് കൊടുക്കുക. ആൾസോ ഐ നമ്മൾ പ്രോപ്പർട്ടി ഉപയോഗിച്ച് എഴുതുക. അപ്പോ ആദ്യത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ആണ്, 5/4. ഒരാൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ആണ്, 5/4. അപ്പൊ നമ്മളിത് ഇങ്ങനെ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ 1-2 ആവർത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ എൻട്രൻസ് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അതിന്റെ ആൻസർ മനസ്സിൽ വരും. ഇതാണ് ആൻസർ എന്ന് മനസ്സിലാവും. എല്ലാം ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ പറഞ്ഞു തരാം. ആൻസർ പറഞ്ഞു തരാണ് 5/4. സാർ അത് നമ്മൾ ചെയ്യാൻ നേരത്ത് അതുകൊണ്ട് ആഡ് ചെയ്യണം നമ്മൾ. വെരി ഗുഡ് വെരി ഗുഡ്. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഐ എന്ന് കൊടുക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഐ എന്ന് കൊടുക്കുമ്പോ -5/2 to 5/2 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ 1 + 2 raised to x. ഇതിന് ഇക്വേഷൻ ആണെന്ന് കൊടുക്കുക. എക്സാമിനേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരും. ഇങ്ങനെയൊക്കെ മനസ്സിലിട്ട് ചെയ്ത് ഇതിന്റെ ആൻസർ 5/4 നമ്മൾ എത്തിക്കും. നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിട്ട് എങ്ങനെ 5/4 എന്ന് കിട്ടി എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റിന് ഐ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി ആൾസോ ഐ എങ്ങനെ എഴുതാം? ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? -5/2 to π -5/2 to 5/2. ലോവർ ലിമിറ്റ് -5/2, അപ്പർ ലിമിറ്റ് +5/2. ദെൻ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എങ്ങനെ ചേഞ്ച് ചെയ്യണം? സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളത് ഈ എക്സിന് പകരം എന്ത് എഴുതണം? π/2 പ്ലസ് -5/2 മൈനസ് എക്സ് ഡി എക്സ്. എക്സ് റീപ്ലേസ് ചെയ്യണം. എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? എ പ്ലസ് ബി മൈനസ് എക്സ്. എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ പ്ലസ് ബി മൈനസ് എക്സ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? -5/2. ബി എന്ന് പറയുന്നത് എന്താണ്? +5/2. അപ്പൊ എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5/2 പ്ലസ് -5/2 മൈനസ് എക്സ് ഡി എക്സ്. 5/2 പ്ലസ് -5/2 മൈനസ് എക്സ് ഡി എക്സ്. അപ്പൊ എക്സ് എവിടെ കാണണോ അവിടെയൊക്കെ അങ്ങനെ കൊടുക്കണം. അപ്പൊ ന്യൂമറേറ്ററിലെ എക്സ് നമ്മൾ 5/2 -5/2 മൈനസ് എക്സ് എന്ന് കൊടുത്തു. ഡിനോമിനേറ്ററിൽ എടുക്കുക 1 + 2 raised to. ഈ എക്സിന് പകരം എന്ത് കൊടുക്കണം? എക്സിന് പകരം 5/2 പ്ലസ് -5/2 മൈനസ് എക്സ് ഉണ്ടോ? അപ്പൊ ന്യൂമറേറ്ററിലും രണ്ടാമത്തെ സെക്കൻഡ് ആയി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എവിടെയൊക്കെ എക്സ് ഉണ്ടോ ആ എക്സ് ഷുഡ് ബി റീപ്ലേസ്ഡ്. എക്സ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ എ പ്ലസ് ബി മൈനസ് എക്സ്. therefore numerator becomes sin square x എന്തായിട്ട് മാറും? sin square 5/2 പ്ലസ് -5/2 മൈനസ് എക്സ്. ഡിനോമിനേറ്ററിലെ 1 + 2 raised to 5/2 പ്ലസ് -5/2 മൈനസ് എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയേ? -5/2 പ്ലസ് 5/2. ലോവർ ലിമിറ്റ് -5/2, അപ്പർ ലിമിറ്റ് 5/2. സൈൻ സ്ക്വയർ ഈ 5/2 5/2 ക്യാൻസൽ ആവും. സൈൻ സ്ക്വയർ മൈനസ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 + 2 raised to -x. ഈ 5/2 5/2 ക്യാൻസൽ ആവും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു -5/2 to 5/2 സൈൻ സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ സ്ക്വയർ എക്സ് അല്ലെ? സൈൻ സ്ക്വയർ മൈനസ് എക്സ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പം സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ -sin x × -sin x എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് എന്ത് കിട്ടാം? 1 + 2 raised to -x എങ്ങനെ എഴുതാം? 1/2 raised to x എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും -5/2 to 5/2 sin square x dx
2 raised to x ന്യൂമറേറ്ററിലേക്ക് ചാടും. Therefore 2 raised to x plus 1. അപ്പൊ രണ്ടാമത്തെ i നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് i എന്നുള്ള നമുക്ക് എന്ത് കിട്ടും? -π/2 to π/2 2 raised to x sin square x dx by 2 raised to x plus 1. എക്സാമിനേഷൻ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഇതൊക്കെ നമുക്ക് മനസ്സിലിട്ട് ചെയ്ത് പോകുന്നുള്ളൂ. ആൻസർ π/4 എന്ന് എത്തിക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് എങ്ങനെ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടി എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരുന്നത്രേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ 1 നമ്മുടെ കയ്യിലുണ്ട്, ഇക്വേഷൻ 2 നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ വരെ ഒന്ന് എഴുതിയിരുത്ത എല്ലാവരും, ഇവിടെ വരെ നിന്ന് എല്ലാവരും എഴുതിയിരിക്കും കേട്ടോ. ഇവിടെ വരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. നമ്മൾ ഇത്രേ ഉള്ളൂ, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോപ്പർട്ടി അറിഞ്ഞാൽ മാത്രമേ ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫംഗ്ഷനെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്റെ ആൻസർ, ഫൈനൽ ആൻസർ π/4 എന്ന പോയിന്റിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രോപ്പർട്ടി ഇതാണ്, ഇന്റഗ്രൽ a to b f of x dx. ഇന്റഗ്രൽ a to b f of a plus b minus x dx. a plus b minus x dx. എല്ലാവരും എഴുതിയെടുത്തോ? ഇവിടെ വരെ ചെയ്തതിൽ ആർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഹരിക്ക് ഡൗട്ട് ഉണ്ടോ? ഹരി ഇത്ര പേര് ചെയ്ത് മനസ്സിലായോ? ഹരി. ഗൗരിരാജ് മനസ്സിലായി സർ. മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മെമ്മറിയിൽ മനസ്സിലിട്ട് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഫസ്റ്റ് ആൻസർ ഒരു കുട്ടി പറഞ്ഞില്ലേ, ആൻസർ π/4 എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇതെല്ലാം മനസ്സിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ആൻസർ ഇതാണെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഈ ടൈപ്പ് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷന് ഒരു പെട്ടെന്ന് നമുക്ക് മാത്സിന്റെ ആ പേപ്പർ ആൻസർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കാണാനൊന്നും എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കില്ല. നല്ല കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ട്രിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ. ഇനി ഇതിന്റെ ബാലൻസ് പാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വരെ എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കണം അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ആഡ് ചെയ്യണം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ആഡ് ചെയ്യണം. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 2i എന്ന് വരും. റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത് എന്താണെന്ന് നോക്കിയേ, -π/2 to π/2 sin square x dx divided by 1 plus 2 raised to x integral -π/2 to π/2 2 raised to x sin square x divided by 2 raised to x plus 1 dx. ഇങ്ങനെ കിട്ടും. നമ്മൾ 2iയും കൂടി ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് iയും സെക്കൻഡ് iയും കൂടി ആഡ് ചെയ്യുമ്പോൾ 2i is equal to -π/2 to π/2 sin square x dx by 1 plus 2 raised to x. ഫസ്റ്റ് ഐയുടെ രണ്ടാമത്തെ ഐയുടെ -π/2 to π/2 2 raised to x sin square x dx by 2 raised to x plus 1. ഓക്കെ, ഇനി നമുക്കത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ -π/2 to π/2 ഇവിടെ sin square x, ഇവിടെ 2 raised to x sin square x. അപ്പൊ sin square x നമ്മൾ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ 1 plus 2 raised to x താഴെ 1 plus 2 raised to x dx. അപ്പൊ ഈ 1 plus 2 raised to x ഉം 1 plus 2 raised to x ഉം കട്ടായി പോകും. 1 plus 2 raised to x ഉം 1 plus 2 raised to x ഉം കട്ടായി പോകും. ബാക്കി അവശേഷിക്കുന്ന എന്താണ്? ഇന്റഗ്രൽ -π/2 to π/2 sin square x dx എന്നാണ് അവശേഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ചെറുതായിട്ട് പോകുന്നു അല്ലേ. വലിയൊരു ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നത്. sin square x by 1 plus 2 raised to x എന്ന ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ 2i ഇപ്പൊ ഇവിടേക്ക് എത്തിച്ചു, sin square x ലേക്ക് എത്തിച്ചു. അപ്പൊ -π/2 to π/2 sin square x dx. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ലോവർ ലിമിറ്റ് -π/2 അവിടെ 0 ആക്കാം. ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം? ലോവർ ലിമിറ്റ് -π/2 0 ആക്കണമെങ്കിൽ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണ്ടേ? പ്രോപ്പർട്ടി ഓഫ് odd even. ഓഡ് ഈവൻ. അപ്പൊ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 times 0 to π/2 sin square x dx. sin square x dx. എല്ലാ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഞാൻ ഇതിൽ എഴുതുകയാണ്. ഇതൊന്നും നമുക്ക് എഴുതാനായിട്ട് എഞ്ചിനീയറിംഗിന്റെ എക്സാമിനേഷന് സഹായം കിട്ടില്ല കേട്ടോ. ഇതൊക്കെ മനസ്സിലിട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തിച്ചേരണം.
ഇനി 0 to π/2 വരുന്നത് എങ്ങനെയാണ്? ഈ sin square x എന്നുള്ള ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് -π/2 into π/2 എന്നുള്ള എന്താക്കി മാറ്റി? 0 to π/2 ആക്കി മാറ്റി. ഇനി 2 times 0 to π/2. ഇനി sin square x നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് sin square x നെ ഇന്റഗ്രേറ്റ് ചെയ്യുക? Anybody can say how can integrate sin square x? sin square x നെ നമ്മൾ 1 minus cos 2x by 2 എന്ന് എഴുതും. Very good. sin square x നെ 1 minus cos 2x by 2. ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കാൽക്കുലസ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ വളരെ നെസസിറ്റി ആയിട്ട് സാധനമാണ്. ട്രിഗണോമെട്രിയിലെ ഫോർമുലാസ് നമ്മുടെ മനസ്സിൽ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷനിലും ഡിഫറൻസിയേഷനിലൊക്കെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ sin square x ഇത് ട്രിഗണോമെട്രിക് ഈ ഫംഗ്ഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ sin square x എന്ന് പറഞ്ഞാൽ 1 minus cos 2x by 2 എന്ന് അറിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്റഗ്രേഷന്റെയും ഡിഫറൻസിയേഷന്റെയും ധാരാളം പ്രോബ്ലംസില് ഈ ട്രിഗണോമെട്രിയുടെ ഐഡന്റിറ്റീസ് ട്രിഗണോമെട്രീസിന്റെ ഫോർമുലാസ് ഒക്കെ കടന്നു വരുന്നുണ്ട്. അപ്പൊ ട്രിഗണോമെട്രീസിന്റെ ഫോർമുലാസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കാൽക്കുലസ് വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ സാധിക്കും. കാൽക്കുലസിന്റെ പ്രോബ്ലംസ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ +1 നമ്മൾ ട്രിഗണോമെട്രി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ഇയറിലാണ് നമ്മൾ കാൽക്കുലസിലേക്ക് കടക്കുന്നത്, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ. ഫസ്റ്റ് ഇയറിലെ ട്രിഗണോമെട്രി ചില കുട്ടികളൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് കാൽക്കുലസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ട്രിഗണോമെട്രി ഇതിന്റെ കൂടെയുള്ള പാർട്ടാണ്. ട്രിഗണോമെട്രിനെ മാറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് കാൽക്കുലസ് പഠിക്കാൻ പറ്റില്ല. കാൽക്കുലസിന്റെ കൂടെയുള്ള ഒരു സാധനമാണ് ട്രിഗണോമെട്രി. ഇവിടെ നമുക്ക് cos square x sin square x എന്ന് പറഞ്ഞാൽ 1 minus cos 2x by 2 എന്ന് കൊടുത്തു. ഈ 2 ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x എന്ന് കിട്ടും. cos 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? sin 2x by 2 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് π/2. 2i ആണ് നമുക്ക് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 2i x minus sin 2x by 2 0 to π/2. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തോളൂ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ π/2. ഇവിടെ ഈ π/2 ഇവിടെ 2 into π/2 എന്ന് പറഞ്ഞാൽ എത്രയാ? sin പൈയുടെ വാല്യൂ എത്രയാ? 0. അപ്പർ ലിമിറ്റിന്റെ പോർഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഈ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് 0, സെക്കൻഡ് പാർട്ടും 0. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടി? π/2. 2i is equal to π/2. Therefore our answer will be π/4. കണ്ടോ? ആൻസർ π/4ലേക്ക് എത്തി. ഈ എത്തിയ ആൻസർ π/4ലേക്ക് എത്തിയ ആൻസർ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആൻസർ പറഞ്ഞ കെവിൻ ഒരു നല്ല ഐഡിയ കൊടുത്തേ. കെവിനിൽ ആൻസർ പറഞ്ഞതാരായിരുന്നു? ഇതിന്റെ ആൻസർ പറഞ്ഞതാരായിരുന്നു? π/4 എന്നൊരു ആൻസർ പറഞ്ഞല്ലോ. ആരാണ് ഇതിന്റെ ആൻസർ പറഞ്ഞേ? ആദിത്യക്ക് ഒരു നല്ലൊരു ഐഡിയ കൊടുത്തേ. ആദിത്യക്ക് എല്ലാവരും കൂടി നല്ലൊരു ഐഡിയ കൊടുക്ക്. π/4. വെരി ഗുഡ്. അപ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എൻട്രൻസ് എക്സാമിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള ട്രിക്കുകളും പ്രോപ്പർട്ടീസും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ കേട്ടോ. ഇപ്പൊ ഇതെല്ലാവരും എഴുതിയെടുക്കുക. ഇപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് എഴുതിയെടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി പ്രത്യേകം ഓർത്ത് വെക്കാം. ഇന്റഗ്രൽ a to b f of x dx equal to integral a to b f of that x is replaced by a plus b minus x. ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തത്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? അപ്പൊ ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. കണ്ടോ, ഇത് നമ്മൾ ആൻസർ ഒക്കെ ചെയ്തു വരുമ്പോൾ ധാരാളം ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക്
സിമ്പിൾ ആയിട്ട് മനസ്സിലിട്ട് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. കൂടുതൽ മാർക്ക് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസിന് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Integral pi/4 to 3 pi/4 dx divided by 1 plus cos x. ഒന്ന് ചെയ്തോളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഇതിലേക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കിയേ. കാരണം ക്വസ്റ്റ്യൻ കണ്ടോ, 1/1 plus cos x. ഇതിനെയൊന്നും ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്തൊന്നും നമുക്ക് ജന്മത്തിൽ ആൻസർ കിട്ടില്ല. ഇതൊക്കെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരും. ഇതിന്റെ പർട്ടിക്കുലർ ആൻസർ എന്താണ്, ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ടൊരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ആൻസറിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദി സം പ്രോപ്പർട്ടീസ് കണക്റ്റഡ് വിത്ത് ഇന്റഗ്രൽ. ഒന്ന് ട്രൈ ചെയ്തേക്ക് എല്ലാവരും. ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഹിന്റ് ആയിട്ട് തരാം. ഇന്റഗ്രൽ a to b f of x dx is equal to ഇന്റഗ്രൽ a to b. പ്രീവിയസ് കേസിൽ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. a plus b minus x dx. അതേ പ്രോപ്പർട്ടി, അതായത് x is replaced by a plus b minus x. ഇവിടെ എയും ബി എന്താണ്, ലോവർ ലിമിറ്റ് pi/4. ഇത് a, ഇത് b, pi/4. pi/4 3 അപ്പൊ x is replaced by pi/4 plus 3 minus x. അത് വെച്ച് ചെയ്ത് വേണം ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട്. നമുക്ക് കിട്ടുന്ന ആൻസർ വളരെ സിമ്പിൾ ആയിട്ടൊരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ട്രൈ ചെയ്ത് എല്ലാവരും ശ്രമിച്ചു നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം, ക്വസ്റ്റിന്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കാം, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ടൈപ്പ് ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യനറുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ ടൈപ്പ് ധാരാളം ക്വസ്റ്റ്യൻസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രൻസിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഈ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്റഗ്രൽ pi/4 to 3 dx by 1 plus cos x. ഈ സെയിം പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്ത് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരുക. എല്ലാവരും ട്രൈ ചെയ്യല്ലേ? ആൻസർ pi/2 ആണോ? അല്ലല്ല, pi/2 അല്ല, pi/2 അല്ല കേട്ടോ. pi/2 അല്ല, പൈ ആയിട്ട് ബന്ധമില്ല ആൻസറിന്. ആൻസർ സിമ്പിൾ ആൻസർ ആണ്. ജോസ് മെലിവിൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഈ പ്രോബ്ലം ചെയ്യാനുള്ള പ്രോപ്പർട്ടി പറഞ്ഞു വന്നു. പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ a to b f of x dx. ഇവിടെ x is replaced by a plus b minus x. x-ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? a plus b minus x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. x is replaced by a plus b minus x. സാറേ 2 ആണോ? ആരാണ് 2 ആൻസർ പറഞ്ഞേ? ഡാനിയൽ ബിനുവല്ലേ പറഞ്ഞേ? അതെ സാറേ. ഡാനിയൽ ബിനു പറഞ്ഞ ആൻസർ 100% കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ് ആൻസർ. ഇതിന്റെ ആൻസർ 2 ആണ്. ആൻസർ 2 ആണ്. ഡാനിയൽ ബിനു പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വിത്തിൻ സെക്കൻഡ്സിൽ നമ്മുടെ ആൻസർ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമ്മുടെ മനസ്സിൽ പെയ്തിറങ്ങണം. നമ്മുടെ ഈ സ്റ്റെപ്സുകളൊക്കെ നമ്മുടെ മനസ്സിൽ പെയ്തിറങ്ങണം. അല്ലാതെ നമുക്ക് പേപ്പറിൽ ചെയ്ത് നോക്കാനൊന്നും സമയമില്ല. അപ്പൊ ആൻസർ നമുക്ക് 2 കിട്ടും. നമ്മൾ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ചെറിയ 1-2 സ്റ്റെപ്പുകൾ മാത്രം റഫ് ഷീറ്റിൽ ചെയ്യാന്നല്ലാതെ എല്ലാം ചെയ്ത് നോക്കി നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഐ എടുക്കുക, വീണ്ടും മറ്റൊരു പുതിയൊരു ഐ കൊണ്ടുവരിക. ഈ ഐയും 2 ഐ കൂട്ടുമ്പോൾ 2 ഐ കിട്ടും. ആ 2 ഐനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ 2 എന്ന ആൻസർ കിട്ടും. 2 ആണ് ഇതിന്റെ ആൻസർ. മെറിൻ വർഗീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മോളെ? ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ കേട്ടോ. സ്വന്തമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സുഖമുണ്ട്. നമ്മളൊരു കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് അതിന് ആൻസർ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് ഈ പ്രോബ്ലം. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. x is replaced by a plus b minus x.
ഇവിടെ എ എന്ന് പറയുന്നതാണ് π/4, ബി എന്ന് പറയുന്നത് 3π/4. അപ്പോ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. അപ്പൊ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ ഇതേപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെടണം. അങ്ങനെ മിക്കവാറും ചിലപ്പോൾ നിങ്ങൾ ആ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. നമ്മൾ തിയറി പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എൻട്രൻസ് എക്സാമിനേഷൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാർട്ടിൻ ജോസഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാർട്ടിൻ, റൂബൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓക്കെ ശരി. എപ്പോഴും എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടൈം നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യലുണ്ടാവണം. ഇത്ര സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ആദ്യം നമ്മൾ സമയത്ത് കുറച്ച് കൂടുതൽ വേണം, പിന്നെ അത് കുറച്ച് കൊണ്ടുവരേണ്ട സമയം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിന്റെ സ്വഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ആൻസർ അതിലേക്ക് കടന്നു വരും. അപ്പൊ ഒരു 3-4 സ്റ്റെപ്പ് നമുക്ക് മനസ്സിലിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റിമൈനിങ് സ്റ്റെപ്സ് മാത്രമേ നമുക്ക് പേപ്പറിൽ ജസ്റ്റ് റഫ് ഷീറ്റ് ചെയ്ത് നോക്കി ആ പർട്ടിക്കുലർ വാല്യൂയിലേക്ക് എത്തിച്ചേരേണ്ടതുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ 2 എന്ന് പറഞ്ഞാരാ? 2 എന്ന് പറഞ്ഞതാരാ? ഹലോ, നമുക്ക് നീ അല്ല പറഞ്ഞ ആൻസർ 2 എന്ന്? അല്ല, എന്നാ ചോദിച്ച? അല്ല ഡാനിയൽ ബിനോ. അതെ സാർ. നമുക്ക് ചെയ്താലോ? എന്താ ആദ്യം ചെയ്തത്? ലെറ്റ് i = ആദ്യത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ dx divided by 1 plus cos x. ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു i. അതിനുശേഷം നമ്മൾ ആൾസോ i, അവിടെയാണ് നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? π/4 to 3π/4 dx by 1 minus 1 plus cos minus x ന്റെ സ്ഥാനത്ത് π/4 plus 3π/4 minus x. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? π/4 3π/4 dx divided by 1 plus π/4 plus 3π/4 എത്രയാണ്? pi. 4 plus 3π/4 പൈ ആണ്. അപ്പൊ cos π minus x എത്ര കിട്ടും നമുക്ക്? minus x minus cos x. കണ്ടോ? അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ എത്രയാണ്? dx by 1 minus cos x. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഇക്വേഷൻ 1 എടുക്കുക, ഇക്വേഷൻ 2 എടുക്കുക, ഇക്വേഷൻ 1 plus 2, ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 കൂടി ആഡ് ചെയ്യുക. ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2i is equal to നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? π/4 to 3π/4 dx divided by, അതായത് 1 by 1 plus cos x plus 1 by 1 minus cos x dx. നമ്മൾ രണ്ട് ഐയും കൂടി ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 by 1 plus cos x plus 1 by 1 minus cos x dx. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ദാനിയലെ LCM എടുത്ത് മൾട്ടിപ്ലൈ LCM എടുക്കണം. ഇതിനെ LCM എടുക്കാം. LCM എടുക്കുന്ന എങ്ങനെ നോക്കാം? 2i is equal to integral π/4 to 3π/4 1 minus cos x plus 1 plus cos x divided by 1 plus cos x into 1 minus cos x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus cos square x.
അപ്പൊ ഇതിലെ കോസെക്സും കോസെക്സും വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? π/4 to 3π/4 1 + 1 2 divided by 1 - cos square x എന്താണ്? sin square x. കണ്ടോ നമ്മുടെ ഫംഗ്ഷൻ ചെറുതായിട്ട് തന്നെ ഉണ്ടോ? 2/sin square x എന്ന് കിട്ടി. 2/sin square x. അപ്പൊ 2i = ആണ് കിട്ടിയിരിക്കുന്നത്. therefore i സമയം എത്രയായിരിക്കും? ആ 2 ആണ് ക്യാൻസൽ ചെയ്ത് കളയാം. 2 നമുക്കിനി വേണ്ട. 2 ക്യാൻസൽ ചെയ്തു. therefore i = integral π/4 to 3π/4 1/sin square x എന്ത് എഴുതാം? cosec square x. cosec square x എന്ന് എഴുതാം. cosec square x dx എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ cosec square x നെ ഇന്റഗ്രേറ്റ് ചെയ്യാലോ. എന്ത് കിട്ടും ഇന്റഗ്രേറ്റ് ചെയ്താൽ? minus cot x. minus cot x. then π/4 to 3π/4. lower limit π/4, upper limit 3π/4. then minus നമ്മൾ ടേക്കൺ ഔട്ട് സൈഡ് എടുത്തു. cot 3π/4 എത്ര ആൻസർ? cot 3π/4 -1. cot 3π/4 minus cot π/4. അതിലെ മൈനസ് cot 3π/4 ന്റെ വാല്യൂ -1 അല്ലേ? അല്ലേ? cot π/4 ന്റെ വാല്യൂ 1. അപ്പൊ നമുക്ക് -1 -1 into മൈനസ്. അപ്പൊ ഫൈനൽ ആൻസർ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. therefore the value of the given integral is 2. കണ്ടോ എത്ര സിമ്പിൾ ആൻസർ ആണെന്ന് തോന്നുന്നത്. ഈ സിമ്പിൾ ആൻസറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ a to b f of x dx. in this case x is replaced by a plus b minus x dx. x ന് പകരം a plus b minus x കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് i, സെക്കൻഡ് i plus i 2i. then നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യുന്നു. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cosec square x വരുമ്പോൾ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cot x വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. നമ്മുടെ ആൻസറിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണെങ്കിൽ 1 2 4 -2 എന്നൊക്കെ ആയിരിക്കും ആൻസർ കിടക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് 2 ആൻസർ ഏതായെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതിയിരിക്കും. അപ്പൊ നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു തരാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതേ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അത് കുറെ ചെയ്ത് പഠിക്കുക. കുറെ പ്രോബ്ലം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതാണ് ഇതിന്റെ ആൻസർ 2 ആണ്, ഇതാണ് ഇതിന്റെ ആൻസർ 1 ആണ്, ഇതിന്റെ ആൻസർ 5/4 ആണ്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ ഓടിയെത്തും. ദെൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ട്രിഗണോമെട്രി വളരെ ആവശ്യമുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ കാൽക്കുലസ് പഠിക്കുന്നവർക്ക് കാൽക്കുലസ് പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രിഗണോമെട്രിയിലെ ഫോർമുലാസ് എല്ലാം പഠിച്ചിരിക്കണം. ധാരാളം ഫോർമുലാസ് ഉണ്ട് ട്രിഗണോമെട്രിയിൽ. ഐഡന്റിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അതേപോലെ ഫോർമുലാസ് തുടക്കം മുതലുണ്ട്. ആ ഫോർമുലാസ് എല്ലാം മനസ്സിൽ വേണം. അതനുസരിച്ച് പല ഏരിയയിൽ നമ്മൾ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ ടക്കടക്കുന്ന ആൻസർ കേട്ടോ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ വീണ്ടും പറയാണ്, ഇതിന്റെ നോട്ടൊക്കെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ബോർഡിൽ നോക്കി എഴുതി തീരാത്തവർക്ക് അത് റെഫർ ചെയ്യാവുന്നുള്ളൂ. സംഭവം മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്, ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ മനസ്സിലായിട്ടില്ല, നിങ്ങൾ ഇപ്പൊ ചോദിക്കണം. എഴുതി തീരാത്തവര് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയാ. I will explain again. ആരും പറയുന്നില്ല, അതുകൊണ്ട് ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ധാരണ വന്നോ ഇന്റഗ്രേഷൻ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ എന്നുള്ളത്? ആ, അപ്പൊ ഇതിന്റെ പുറത്തൊന്നുകൊണ്ട് വേണം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ട് കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ വന്ന് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ ആൻസർ കാണാനൊന്നും എക്സാമിനേഷൻ ആരും ചോദിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 2 to 4 log
log x square divided by log x square plus log 36 minus 12x plus x square. കണ്ടാ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആ കൺഫ്യൂഷൻ ആണ്. ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്, അല്ലാതെ ഒരു സിമ്പിൾ പ്രോബ്ലം തന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത ആൻസർ കണ്ടുപിടിക്കാനല്ല ചോദിക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ നോക്കിയേ, log x square divided by log x square plus log 36 minus 12x plus x square. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ഒരു പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഏത് പ്രോപ്പർട്ടിയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുണ്ട്, അല്ലാതെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. ഏതാ? f of a plus b minus x. f of a plus b minus x. അതല്ല, അത് ചെയ്താൽ കിട്ടില്ല. വേറൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ആണ് log x square by log x square plus log 36 minus 12x plus x square. വളരെ സിമ്പിൾ ആണ്. a plus b minus x അല്ലല്ല, a plus b minus x കൂടെ കൊടുത്താൽ കിട്ടൂല നമുക്ക് ആൻസർ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ്, ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ മറ്റൊരു പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പരിചയപ്പെടാത്തവര് ഇത് എഴുതിയെടുക്കുക. ഇന്റഗ്രൽ a to b f of x dx divided by f of x plus f of a plus b minus x. ഒരു പക്ഷേ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. a plus b minus ഇങ്ങനൊരു ഫംഗ്ഷൻ വന്നാൽ f of x dx divided by f of x, then ഈ f of x എന്ന് പറയുന്നത് എന്താണ്? ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടി ആഡ് ചെയ്ത് മൈനസ് എക്സ് കുറയ്ക്കും. അപ്പോൾ f of x dx f of x plus f of a plus b minus x ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും ഇതായിരിക്കും. വളരെ സിമ്പിൾ ആൻസർ ആണ്, b minus a by 2. b minus a by 2 എന്നായിരിക്കും അതിന്റെ ആൻസർ. ഈ ഒരു പ്രോപ്പർട്ടി ആരെങ്കിലും കണ്ട് പരിചയമുണ്ടോ? ഇന്റഗ്രൽ a to b f of x dx by f of x plus f of a plus b minus x. ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ അതിന്റെ ആൻസർ ഒന്നുമില്ല, അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് കുറയ്ക്കുക, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ b minus a by 2 എന്ന് കിട്ടും. ഈ ഒരു ഫോർമുല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫോർമുല ഇല്ല സാറേ, ആദ്യമായിട്ടാ. ഈ ഫോർമുല തന്നെ എഴുതിയെടുത്തോ കേട്ടോ. ഇന്റഗ്രൽ a to b f of x dx by f of x plus f of a plus b minus x. ആൻസർ 1/4 ആണോ? അല്ലല്ല, ആൻസർ 1/4 അല്ല. 1/4 അല്ല കേട്ടോ. 1 ആണ് ആൻസർ. ആൻസർ 1 ആണ്. ആ 1 എന്ന് പറഞ്ഞാൽ ദാനിയൽ ബിനു. കറക്റ്റ്, ആൻസർ 1 ആണ്. കാരണം ഇങ്ങനെ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 4 minus 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 divided by 2 that is equal to 1. പക്ഷെ ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനെ നമ്മൾ ഇതിങ്ങനെ ഇതിലോട്ട് കൺവെർട്ട് ചെയ്ത് നോക്കണം. ഇപ്പൊ ഞാൻ ഫോർമുല പറഞ്ഞുകൊണ്ട് പക്ഷെ ഒരു പക്ഷേ നിങ്ങൾ 4 minus 2 by 2 that is equal to 4 minus 2 by 2 that is equal to 1 എന്ന് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഈ ഫംഗ്ഷൻ. അതായത് ന്യൂമറേറ്റർ f of x ആയിരിക്കണം, ഇവിടെ f of x ആയിരിക്കണം, ഇവിടെ നമുക്ക് f of a plus b minus x എന്ന് കിട്ടും. a plus b minus x അതാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ, ചെക്ക് ചെയ്യാനായിട്ട് സംഭവം ഇത്രേ ഉള്ളൂ. ഇന്റഗ്രൽ 2 to 4 log x square, അതെ താഴെയും log x square. അപ്പൊ f of x ഉം f of x ഉം കറക്റ്റ് ആണ്. ഇനി ഇവിടെ വരുന്നത് എന്താണ്? log. ഇവിടെ ഈ 4 plus 2 വരുമ്പോ എത്ര വരും? 6 minus x അല്ലേ? 6 minus x അല്ലേ? 6 minus x the whole square. അപ്പൊ a plus b minus x. അപ്പൊ ഈ x is replaced by 6 minus x whole square. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് നോക്കിയേ? 2 to 4 log x square dx by log x square plus log 6 minus x square എങ്ങനെ എഴുതാം? 36 minus 12x plus x square. കണ്ടോ? അതല്ലേ നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? log x square dx log x square log 36 minus 12x plus x square. കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നില്ലേ? അപ്പൊ നമ്മുടെ ഈ പ്രോപ്പർട്ടി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ b എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. a എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 4 minus 2 by 2 that is equal to 2 by 2. The answer will be 1.
വെരി വെരി ബ്യൂട്ടിഫുൾ ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. 4 minus 2/2 that is 2/2 is equal to 1 ആൻസർ. അപ്പൊ ഒരു പുതിയ പ്രോപ്പർട്ടിയാണ്, അത് നിങ്ങളൊന്ന് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഈ പ്രോപ്പർട്ടി ഒരു പക്ഷേ നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല. മറീൻ വർഗീസ് ക്ലിയർ ആയോ? Yes, sir. 1 കിട്ടിയത് ക്ലിയർ ആയോ മറീന? ക്ലിയർ ആയി. കെവിന് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, നിങ്ങൾ അതിന്റെ ആൻസർ എത്രയാണെന്ന് പെട്ടെന്ന് പറയണം. അപ്പൊ ഇത് ഞാൻ ആക്ച്വലി ആണത് മനസ്സിലായല്ലോ അല്ലേ? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കണം. പ്രോപ്പർട്ടി ഇത്രേ ഉള്ളൂ. ഇന്റഗ്രൽ a to b f of x dx, ആ f of x തന്നെ ഡിനോമിനേറ്ററിൽ വരിക, പ്ലസ് പിന്നെ വരുന്ന ഫംഗ്ഷൻ എന്താണ്? a plus b minus x. അത്ര ഓർത്തിരുന്നാൽ മതി, a plus b minus x. അപ്പൊ നമ്മള് 36 minus 12x plus x സ്ക്വയറിനെ അതിലേക്ക് കൺവേർട്ട് ചെയ്തു, അതായത് 6 minus x whole square. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടും. Therefore we can directly apply our property. That property is integral a to b f of x dx by f of x plus f of a plus b minus x is equal to b minus a by 2. Okay. ഒരു ക്വസ്റ്റ്യനോട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ π/6 to π/3 dx divided by 1 plus root of tan x. ഈ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ആൻസറിലേക്ക് ഒന്ന് എത്തിക്കാൻ നോക്കി. f of x dx by f of x plus f of a plus b minus x. ഈ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, b minus a by 2 അപ്ലൈ ചെയ്യാം. പക്ഷെ അതിലേക്ക് എത്തിക്കണം, അതാണ് അതിന്റെ പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? 1/1 plus root of tan x ആണ്. 1/1 plus root of tan x എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് നമ്മളിപ്പോ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇതിൽ കുറച്ച് അറേഞ്ച്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യാം, ആൻസർ കിട്ടുന്നവർ പറയാം കേട്ടോ. ഇവിടെ നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫോമിൽ ആയാൽ മാത്രമേ നമ്മൾ b minus a by 2 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആൻസർ കിട്ടുന്നവരൊന്ന് പറയാം. അർജുൻ ബിനോ ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയതാണോ? അർജുൻ ബിനോ, അർജുൻ ബിനോ എന്താണ് ആരാ പറഞ്ഞത്? സാറേ ആ π/6 ആണോ ആൻസർ? π/6 അല്ലല്ലോ ആൻസർ. π/4. π/4 അല്ല. അയ്യോ, അതെ, ആൻസർ വന്നു. കെവിൻ ആൻസർ പറഞ്ഞു. ആൻസർ ഈസ് ഈക്വൽ ടു π/12. ആൻസർ π/12 ആണ്. അതായത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കുറച്ച് രണ്ടോട്ട് ഹരിച്ചാൽ മതി. പക്ഷെ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വെദർ വി ക്യാൻ അപ്ലൈ അവർ പ്രോപ്പർട്ടി. ഇപ്പൊ കിട്ടി സാറേ. സാറ് പ്രോപ്പർട്ടി അപ്ലൈ വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയപ്പോ റൂട്ട് ഓഫ് ടാൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ അത് കോട്ടെക്സ് ആയിരിക്കും. ഇല്ല, റൂട്ട് ഓഫ് ടാൻ എക്സിന് പകരം നമ്മൾ ആദ്യം റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് എന്ന് എഴുതണം. അങ്ങനെ എഴുതിയോ?
ഇല്ല സർ അവിടെ അങ്ങനെ എഴുതിയിട്ട് വേണം, എന്നിട്ട് റൂട്ട് കോസെക്സ് ന്യൂമറേറ്ററിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ റൂട്ട് കോസെക്സ് ഡി എക്സ് ബൈ റൂട്ട് കോസെക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് എന്ന് വരും. ഓക്കെ സർ. സാജൻ സാർ ക്ലാസ്സിലുണ്ടോ? സാജൻ സാർ ഉണ്ടോ? സാജൻ സാർ ഉണ്ടോ? സാജൻ സാർ